ആമിയായും കമലയായും കമലാദാസായും സുരയ്യയായും മലയാളിക്ക് മറക്കാനാവാത്ത എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. ദുഃഖവും മധുരവും കിനാവും അനുഭവമായ ബാല്യകാല സ്മരണകളിലൂടെ, വിങ്ങുന്ന മാതൃസ്മരണയായി നെയ്പായസത്തിലൂടെ, പെണ്ണൊമ്പരത്തിൻ്റെ നീറ്റലായി പക്ഷിയുടെ മണത്തിലൂടെ മാധവിക്കുട്ടി പകർന്നുവച്ച വായനാനുഭവങ്ങൾ ഇന്നും മനോഹരങ്ങളാകുന്നു. നീർമാതളത്തിൻ്റെ ചില്ലമേൽ ആതിരപ്പാൽ നിലാച്ചോല വീഴുമ്പോൾ പിച്ച നടന്നൊരീ മണ്ണിൻ്റെ മഞ്ചാടി മുത്തും പവിഴമാകുമ്പോൾ നീലച്ചിറകാലളന്ന ചിതാകാശ ദൂരം മറന്നിളവേൽക്കാൻ ജാലകം താരകത്താലമാക്കും പാതിരാവിൻ്റെ താരാട്ടിലാടാം. ഈ വഴിയോരത്തൊരായിരം പൂവിതൾ തൂവിയ കൗമാരം തേടി നെറ്റിയിൽ ഭസ്മവരക്കുറിച്ചേലോടി നിൽക്കുമമ്മയെ തേടി വച്ചു മറന്ന കിനാവുകൾ തൻ നാട്ടുപച്ചയാം നാൾ വഴി തേടി എത്തുകയാണിതാ നീർമാതളം പൂത്ത മുറ്റത്തൊരു സ്വപ്ന സഞ്ചാരി. പുന്നയൂർ കുളത്തെ സർപ്പക്കാവിലും പൂമരച്ചൂടുകളിലും നടന്നു തുടങ്ങിയ ഒരു പെൺകുട്ടി സ്നേഹത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് പാളയം പള്ളിവളപ്പിലെ ഖബർസ്ഥാനിൽ നിന്ന് നമ്മോട് എന്താവും പറയുന്നത്? ഇനി ഞാൻ മനുഷ്യനായിട്ട് വരില്ല, മനുഷ്യനായിട്ട് ഇനി തിരിച്ച് വരണ്ട എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകണത്. എനിക്ക് മനുഷ്യരാശിയോടൊന്നും വലിയ ഭ്രമമില്ല. പക്ഷിയായിട്ടോ മറ്റ് ജനിച്ചോട്ടെ, അത് പുന്നൂർ കുളത്തിൻ്റെ മുകളിലൊക്കെ പൊന്മയായിട്ട് ജനിക്കും. ഞാനിതാ വന്നിരിക്കുന്നു.